ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു കഴിയുമ്പോൾ പിടിച്ചു കയറാനുള്ള പിടിവള്ളിയാണോ ദൈവം? അതോ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അത് ലഭിക്കുവാനുള്ള അവസാന വഴിയാണോ ദൈവം? പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ പലരും ദൈവത്തെ കാണുന്നത് അങ്ങനെയാണ്. എല്ലാം അവസാനിച്ചു കഴിയുമ്പോൾ യാതൊരുവിധ മാർഗവും ഇല്ലാത്തപ്പോൾ അവസാനമായി അവർ ദൈവത്തെ വിളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം അവസാനിക്കുന്നിടത്താണോ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ വിളിക്കേണ്ടത്? വിശുദ്ധ ഗ്രന്ഥം നമ്മൾ ദൈവത്തെ വിളിക്കേണ്ടത് എപ്പോഴാണെന്ന് ക്രിസ്തു തന്നെ നമ്മളെ പല സ്ഥലങ്ങളിലായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എപ്പോഴും പ്രാർത്ഥിക്കുവിൻ, രാവും പകലും പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും പ്രാർത്ഥനാ നിരതരായിരിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം. സാധാരണഗതിയിൽ എല്ലാവരും പലപ്പോഴും ദൈവത്തെ വിളിക്കുന്നത് എല്ലാം അവസാനിച്ച് അവസാന സ്റ്റേജിലെത്തുമ്പോഴാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യവും സൗന്ദര്യവും ഉള്ളപ്പം നമ്മൾ ദൈവത്തെ വിളിക്കുക, അത് നഷ്ടപ്പെടുമ്പോഴല്ല. സമ്പത്തും ഐശ്വര്യവും സന്തോഷവും ഉള്ളപ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കുക, അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴല്ല. പലപ്പോഴും നല്ല രീതിയിൽ നമ്മൾ ജീവിതം നയിക്കപ്പെടുമ്പോൾ ദൈവത്തെ വിളിക്കുക, അത് നഷ്ടപ്പെടുമ്പോഴല്ല. ദൈവം വിദൂരസ്ഥനായിരിക്കുമ്പോഴല്ല, സമീപസ്ഥനായിരിക്കുമ്പോഴാണ് നാം ദൈവത്തെ ഓർക്കേണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ പലരെ നമുക്ക് ഉദാഹരണമായി കാണാൻ സാധിക്കും. നമുക്കറിയാം, സൂസന്ന ദൈവഭക്ത, ചെറുപ്പം മുതലേ ദൈവഭക്തയായിരുന്നു എന്ന് പെടുത്തിയത് നമ്മൾ കാണുന്നുണ്ട്. തനിക്കൊരു അപകടം വന്നപ്പോൾ അവൾ ദൈവത്തെ വിളിക്കുന്നുമുണ്ട്. എന്നാൽ അപകട സമയത്ത് മാത്രമല്ല, ചെറുപ്പം മുതലേ അവൾ ദൈവഭക്തയായിരുന്നു. ദാനിയേലിനെ നമുക്കറിയാം, വളരെ തിരക്കുള്ള മനുഷ്യനായിരുന്നു. സിംഹക്കുഴിയിലായിരുന്നപ്പോൾ മാത്രമല്ല അവൻ ദൈവത്തെ വിളിച്ചത്. പിന്നെയോ അവൻ എപ്പോഴും 3 നേരം മുട്ടുമേൽ വീണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ പരിശോധിച്ചാൽ അവരെല്ലാം അവരുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവവുമായി സമ്പർക്കം പുലർത്തിയിരുന്നവരായിരുന്നു. സ്നേഹമുള്ളവരെ, ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രം ദൈവാശ്രയമുള്ളവരായി തീരരുത്. അതുകൊണ്ടാണ് അബ്രാഹത്തിൻ്റെയും യാക്കോബിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവം എന്നൊക്കെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കും. അവരുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ തിരക്കുണ്ടായിട്ടും എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും അവസാന പിടിവള്ളിയായി ദൈവത്തെ കാണാതിരിക്കുക, എല്ലാം അവസാനിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഓടിയെത്തുന്നവരായി തീരാതിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് അത് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എവിടെയാണെന്നല്ലേ? ഗസ്തമന തോട്ടത്തിൽ താൻ പ്രാർത്ഥിക്കാൻ കടന്നു പോകുമ്പോൾ ഉറങ്ങുന്ന ശിഷ്യന്മാരോട് എന്താണ് ക്രിസ്തു പറഞ്ഞത്? നിങ്ങൾ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കാനല്ലേ പറഞ്ഞത്? പെട്ടുകഴിഞ്ഞ് പ്രാർത്ഥിക്കാനാണോ? പലപ്പോഴും നമുക്കെല്ലാം നഷ്ടപ്പെട്ട് എല്ലാം ഇല്ലാതാകുമ്പോൾ അവസാന വഴിയായി നമ്മൾ ദൈവത്തെ വിളിക്കുന്നു. നല്ല ആരോഗ്യമുള്ളപ്പോൾ, നല്ല സന്തോഷമുള്ളപ്പോൾ നമ്മൾ ദൈവത്തെ മറക്കുന്നു. രോഗിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കുന്നു. സമ്പത്തും സൗഭാഗ്യവും ഒക്കെയായി സമ്പത്തിൽ മതിമറന്ന് എല്ലാം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മറക്കുന്നു. എന്നാൽ സമ്പത്ത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കുന്നു. നല്ല ജീവിതങ്ങൾ, നല്ല കുടുംബജീവിതങ്ങൾ നയിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മറക്കുന്നു. കുടുംബജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കുന്നു. അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ദാനിയേൽ സിംഹക്കുഴിയിൽ കിടന്ന് ദൈവത്തെ വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ സമയം ദൈവം അവനെ സംരക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, ദൈവം അവിടെ സംസാരിച്ചത് ദാനിയേലിനോടല്ല, സിംഹത്തോടാണ്. വിശന്ന് കിടന്ന സിംഹത്തിന് വിശപ്പറിയാതാക്കിയത് ദൈവം തന്നെയാണ്. പൊട്ടക്കിണറ്റിൽ കിടന്ന ജോസഫിന് അവിടെ നിന്നും രക്ഷിച്ചതും ദൈവം തന്നെയാണ്. അതേ സ്നേഹമുള്ളവരെ, ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, ആവശ്യ നേരത്ത് മാത്രം എല്ലാം അവസാനിച്ചു കഴിയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകാതെ
ആരോഗ്യവും ആയുസ്സും സമ്പത്തും ഐശ്വര്യവും ബലവും ശക്തിയും എല്ലാം ഉള്ളപ്പോൾ ദൈവാശ്രയമുള്ളവരായി തീരുക. അത് നഷ്ടപ്പെടാതിരിക്കാനും നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാനും ദൈവാശ്രയമുള്ള വ്യക്തികൾക്ക് എപ്പോഴും സാധിക്കും. അപ്പോൾ ജീവിതത്തിൽ അവസാന കച്ചിത്തുരുമ്പായി ദൈവത്തെ കാണാതെ എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കളായി തീരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.